ഞാൻ ജോസഫ് മുണ്ടഞ്ചിറ. ഞാനിവിടെ നിൽക്കുന്നത് എന്റെ പ്രിയ സുഹൃത്ത് നാസറിന്റെ ഗ്രീനറി ചാനലിന് വേണ്ടിയാണ്. അദ്ദേഹം തൊഴിലുറ സ്വദേശിയാണ്. ഇവിടെ ഒരു കാർഡ്സിന്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഫെസ്റ്റിവലിനെ കുറിച്ച് ഉള്ള ഒരു ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഷോപ്പിന്റെ പ്രത്യേകതയുടെ അധികാരപ്പെട്ട ആളാണിത്. അവർ ബാക്കി പറയും. നമസ്കാരം, എന്റെ പേര് രമ്യ. ഞാൻ ഏറ്റുമാനൂർ കട്ടച്ചിറയിലുള്ളതാണ്. ഞങ്ങളുടെ ഒരു സ്റ്റോള് സഞ്ജീവനി ഔഷധ സസ്യ സംരക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞ് ഒരു 15 വർഷമായിട്ട് ഞങ്ങളുടെ പുരയിടത്തിൽ തന്നെ കുറെ അധികം ഔഷധ സസ്യങ്ങളെ നട്ടുപരിപാലിച്ചു വരികയാണ്. അത് വലുതായി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ തൈകൾ ചോദിക്കാൻ എല്ലാവരും തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളിൽ മാത്രം ഇത് ഒതുങ്ങിയാൽ പോരാ, പുതിയ തലമുറയിലേക്കും ബാക്കിയുള്ളവരിലേക്കും കൂടി ഇത് പകർന്നു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അതിന്റെ തൈകൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് കാർഡ്സില് ഇതുപോലൊരു സ്വദേശി പ്രസ്ഥാനമായിട്ടുള്ള കാർഡ്സില് നമുക്കൊരു സ്റ്റോള് കിട്ടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തൈകൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 200-ലധികം തൈകൾ നമ്മൾ വീട്ടിൽ പരിപാലിച്ചു വരുന്നുണ്ട്. അതിന്റെ തൈകൾ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നതിന്റെ എല്ലാം തൈകൾ ഉത്പാദിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രഹ്മി, വയമ്പ്, അതുപോലെ ഇപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ ശല്യമാണ് കൊതുകിന്റെ ശല്യം. കൊതുക് തിരികളിലുള്ള സ്മെല്ല് നമുക്ക് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആണ്. കുഞ്ഞുകുട്ടികളിലുള്ള വീടുകളിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഇല എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇല ഒന്ന് പതുക്കെ ഒന്ന് ഞെക്കി നോക്കിയാൽ തന്നെ അതിന്റെ സ്മെല്ല് വളരെ ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ്. ആ ഒരു സ്മെല്ല് ഇതിന്റെ പൂ വിരിയുമ്പോൾ ആ സ്മെല്ലാണ് വരുന്നത്. അപ്പോ കൊതുക് കയറാൻ സാധ്യതയുള്ള ജനലിന്റെയോ അല്ലെങ്കിൽ വാതിലിന്റെയോ സൈഡിൽ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് വന്നാൽ കൊതുക് അങ്ങോട്ട് കയറില്ല. ഒരു നാച്ചുറൽ കൊതുകുതിരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ദന്തപ്പാല എണ്ണ, ഇത് ദന്തപ്പാലയുടെ മരമാണ്. ഇതിന്റെ പ്രത്യേകത ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ കൂടി ഒന്നോടെ പറയാം. ഇത് എണ്ണ കാച്ചുക. നമ്മുടെ ദന്തപ്പാല എണ്ണ എന്ന് പറഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് എണ്ണ കാച്ചിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ വെയിലില് ഒരു 7 ദിവസം ഇത് ഈ ഒരു എല്ലയും സമം വെളിച്ചെണ്ണയും ചേർത്ത് ഒരു സ്ഫടിക പാത്രത്തിൽ നമ്മുടെ സാധാരണ ചില്ല് ബൗളിൽ വെച്ചിട്ട് പിന്നെ അത് വെച്ചാൽ മതി. നമ്മുടെ സൂര്യന്റെ വെയിലില് അതിന്റെ എക്സ്ട്രാക്ട്സ് എല്ലാം ആ എണ്ണയിലേക്ക് ഉരുകി ചേർന്ന് അതൊരു നല്ല ദന്തപ്പാല, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ദന്തപ്പാലയാണ്. അത് 7 ദിവസമാണ് വെക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ചൂട് അറിയാമല്ലോ. അതിൽ നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ ആ എണ്ണ കാച്ചിയെടുക്കാനായിട്ട് എല്ലാം ഔഷധ. നമ്മുടെ അതുപോലെ ഇപ്പൊ ഈയിടയ്ക്ക് ഏറെ യൂട്യൂബില് ഹീറോ ആയി മാറിയ ഒരു താരമാണ് പൊന്നാങ്കണ്ണി ചീര. അത് വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അടുപ്പിച്ച് ചീര തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളത്. അതിന്റെ ചുവപ്പുമുണ്ട് നമ്മുടെ കയ്യിൽ, അതിന്റെ പച്ചയുമുണ്ട്. വീഡിയോ വന്നതിന് ശേഷം ചുവപ്പാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷെ നമ്മളുടെ കയ്യിൽ അതിനു മുമ്പേ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പച്ച പൊന്നാങ്കണ്ണി ചീരയും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ നീരൂറ്റിക്കിഴങ്ങ്, അയ്യമ്പാന, മുറികൂട്ടി അല്ലെങ്കിൽ വിശല്യകരണി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പെട്ടെന്നുള്ള നമ്മുടെ കുഞ്ഞുകുട്ടികളൊക്കെ ഓടിപ്പോയി വീണിട്ടുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട കാര്യമില്ല. നമുക്ക് ഇതൊന്ന് ഞെക്കി പിഴിഞ്ഞ് വെച്ചാൽ മതി. ചെറിയ ചെറിയ മുറിവുകൾക്കൊക്കെ നല്ലൊരു ഔഷധമാണ്. അതുപോലെ നമ്മുടെ ആടലോടകം, നമുക്ക് ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സാധനമാണ്. പണ്ടൊക്കെ നമ്മുടെ ജൈവവേലിയായിട്ടുണ്ടായിരുന്നതാണ് ആടലോടകം. അതിന്റെ ചിറ്റാടലോടകത്തിനാണ് കൂടുതൽ എഫക്ട്, ചെറിയ ഇലയുള്ളത്. ഇത് വാട്ടിപ്പിഴിഞ്ഞ് അതെ അതെ പരിശ്രമമാണല്ലോ അതിന്റെ പുറകിൽ. ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്നത് അല്ലേ? അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. അതിന്റെ ഇടയ്ക്കുള്ള സമയം കിട്ടുന്ന സമയത്താണ് ഇതിങ്ങനെ പരിപാലിച്ചത്. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്താൽ ഭയങ്കര സക്സസ്ഫുൾ ആകുന്നതാണ് എന്റെ ഫിലോസഫി. എവിടെയാണേലും ചെയ്ത് കഴിഞ്ഞാലും അല്ലെ, ഒരാൾ മാറി നിൽക്കുന്നില്ലല്ലോ. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നാലല്ലേ ഇതൊക്കെ പരിപാലിച്ചു വന്നു നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട പഴയ ആൾക്കാർക്ക്. ഞാൻ ഈ കൊതുകിന്റെ സംഭവമൊക്കെ ആദ്യമായിട്ട് അതിപ്പോ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് നടന്നു. സ്പ്രേ ഒക്കെ ഉത്പാദിപ്പിക്കാൻ നോക്കാം. അന്യം നിന്ന് പോകുന്ന നാട്ടറിവുകളെ സംരക്ഷിക്കുക, അത് അടുത്ത തലമുറയിലേക്ക് പ്രചരിപ്പിക്കുക, കൈമാറുക. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം അതാണ്. ബിസിനസ് എന്നതിനേക്കാൾ ഉപരി കുറുന്തോട്ടി എന്താണ് അല്ലെങ്കിൽ മുക്കുറ്റി എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയാണ് നമുക്ക്. നെല്ല് ഉണ്ടാവുന്ന അല്ലേ, അരി ഉണ്ടാവുന്ന മരം ഏതാണെന്ന് ചോദിക്കുന്നത് അതുപോലത്തെ തലമുറയാണ്. കുട്ടികളെ
വീണ്ടും ഇതിലേക്ക് ആകർഷിക്കുക. നമ്മള് കർക്കിടകത്തിൽ മാത്രമാണ് ആ ഒരു 10 ഇലകളെ പറ്റി അല്ലെങ്കിൽ ആ ഒരു വൃക്ഷങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് നമ്മൾ പിന്നെയും കേൾക്കുന്നത്. അത് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ളത് എല്ലാം ഒന്നും അറിയില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ളതെങ്കിലും അറിയിക്കാൻ. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇപ്പൊ ഈ കണ്ടമാനം ഈ ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആയിട്ട് പോകുന്നതിന്റെ കാരണം ഒരു ഹെൽത്തി ഹോബി ഇല്ലാത്തതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ന്യൂമിസ്മാറ്റിക്സും ഫിലാറ്റലി അതുപോലെ തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഔഷധസസ്യങ്ങളെ പരിപാലിക്കുക, അത് വളർത്തുക. അപ്പൊ കിട്ടുന്ന അങ്ങനെയൊക്കെ നല്ല ഹെൽത്തി ഹോബീസ് ഉണ്ടെങ്കിൽ മറ്റേ ആ പ്രവർത്തികളിലൊക്കെ വേറെ കാര്യങ്ങളിലേക്ക് തലതിരിയാതിരിക്കും. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും സ്കൂളുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ അവരുടെ കരിക്കുലത്തിൽ അത് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്കൂളിൽ നിന്ന് സാർമാര് പറയുമ്പോൾ പിള്ളേരത് കൂടുതൽ ചെയ്യും. പേരൻസ് പറഞ്ഞ് അത് അഭിവൃദ്ധി ചെടി എന്നൊക്കെ പറഞ്ഞേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആകും. അത് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വല്ല പ്രോജക്റ്റ് ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് മാറണം. ബാക്കി നമ്മൾ ഇംഗ്ലീഷും എല്ലാം പഠിച്ചോട്ടെ, സയൻസ് ഒക്കെ പഠിച്ചോട്ടെ, അതിന്റെ കൂടെ പിന്നെ നമ്മൾ ആരാണ് ഇതൊക്കെ വളർത്തുകൊണ്ട് കിട്ടുന്നത് ഈ ഒബ്സർവേഷൻ സ്കിൽസ് ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ പാഠപുസ്തകം കിട്ടുന്ന സാധനമൊന്നുമല്ല. ഇത് വളർത്തുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഒബ്സർവേഷൻ സ്കില്ലും പിന്നെ കളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവുകളും. അതെ അതെ. അല്ല, ഈ പ്രകൃതിയിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയണ്ടേ കാരണം നമ്മൾ നമ്മളൊരു ജലദോഷം വന്നാലോ അല്ലെങ്കിൽ ഒരു തുമ്മൽ വന്ന ഓടിപ്പോയി ഡോക്ടറെ കാണാറില്ല, ഒരു സിട്രസിൻ കഴിക്കാറില്ല. നേരെ നമ്മുടെ തുളസിയോ പനിക്കൂർക്കയോ എടുത്ത് ആവി പിടിക്കുകയുള്ളൂ. അതിൽ അവിടെ നിൽക്കുമായിരുന്നു. ഇത് നേരെ ആന്റിബയോട്ടിക് അങ്ങനെ പടിപടിയായിട്ട് പോവുകയാണ്. അല്ല, പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മളെന്നുള്ളൊരു ബോധ്യം പിള്ളേരിലുണ്ടാവും. ബോധ്യപ്പെടുത്തി പുറത്തുവിടാവും. അല്ലാതെ പ്രകൃതി ഒന്ന് നമ്മളൊന്ന് വേറെ. നമ്മള് പ്രകൃതിയെ വിട്ടിട്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ചില പിള്ളേരോട് ആർഗ്യ ചെയ്യും. അതായത് നിങ്ങളുടെ മൂക്കൂടെ എപ്പോഴും വായു കയറി ഇറങ്ങി പോയിക്കൊണ്ടിരുന്നില്ലേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ശരീരത്തിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി പോയില്ലേ നിൽക്കാൻ പറ്റത്തില്ല. അത് പ്രകൃതികളുടെ കാര്യമാണ്. ആഹാര സാധനങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ കൂടെ കയറി